ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലൈംഗികതയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ള 5 സിനിമകളെയാണ് നിങ്ങൾ ഇന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. ലൈംഗികതയുടെ അതിപ്രസരണം കൊണ്ട് തന്നെ ഈ സിനിമകൾ നിങ്ങളെ ഒരിക്കലും നിരാശനാകത്തില്ല. ഈ വീഡിയോയുടെ മുന്നിലത്തെ ഭാഗം ഇതിന് മുന്നത്തെ വീഡിയോകളിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ അതിൽ കാണാവുന്നതാണ്. ഈ വീഡിയോ കാണുന്നവർ ഇതിൻ്റെ അവസാനം വരെ കാണുക, കാരണം അവസാനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ജാക്ക് പോട്ട് തന്നെ വെച്ചിട്ടുണ്ട്. നമുക്കെന്നാൽ ആദ്യത്തെ സിനിമയിലേക്ക് കിടക്കാം. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇത് അവസാനം വരെ കാണുക, കാരണം ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഈ സിനിമകൾ ഒരു ചെലവുമില്ലാതെ എങ്ങനെ കാണുവാൻ സാധിക്കുമെന്ന് ഞാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുവാൻ ശ്രമിക്കൂ. 2002 പുറത്തിറങ്ങിയ അൺഫെയ്ത്ത്ഫുൾ എന്ന പടം നമുക്ക് പരിചയപ്പെടാം. ഡയാന ലൈൻ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ച ഈ സിനിമയിൽ പൂർണ്ണമായ നഗ്നതാ പ്രദർശനമുണ്ട്. ഡയാന ലൈനിൻ്റെ വളരെയധികം കളികൾ കാരണം ഈ സിനിമ നല്ല രീതിയിൽ പ്രേക്ഷക ശ്രദ്ധ ആർജിച്ചിരുന്നു. അവിഹിതമാണ് ഈ സിനിമയുടെ പ്രധാന വിഷയം. വിവാഹിതയായ ഡയാന ലൈൻ ഒരു പയ്യനെ കണ്ടുമുട്ടുകയും പിന്നീട് അവർ തമ്മിലുള്ള ചില മാസ്മരിക പ്രകടനമാണ് ഈ സിനിമ കാഴ്ചവെക്കുന്നത്. അവർ തമ്മിലുള്ള റെസ്റ്റോറൻറ്റിലെ കളി പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടതുണ്ട്. ഒരു ത്രില്ലർ സിനിമ കാണുവാൻ താല്പര്യമുള്ളവർക്ക് ഇതൊരു ഫേവറേറ്റ് അഡൾട്ട് മൂവി കളക്ഷനിൽ ചേർക്കാവുന്നതാണ്. ഈ സിനിമയിലെ ട്വിസ്റ്റ് നിങ്ങൾ കണ്ടറിയണം. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇതൊന്ന് ലൈക്ക് ചെയ്ത് കാണുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്തരം പുതിയ സിനിമകൾ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ എനിക്ക് പ്രചോദനമാകുന്നത്. ഞാൻ രണ്ടാമത് നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ പോകുന്നത് ഒരു അടിപൊളി പടത്തിനെയാണ്. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് കളക്ഷനിൽ ഉള്ള ഒരു പടമാണിത്. 2014 പുറത്തിറങ്ങിയ ജയിൽ ബേറ്റ് എന്നൊരു പടമാണിത്. സാറ മറക്കോൾ ലൈൻ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ഈ സിനിമയിൽ പൂർണ്ണ നഗ്നതാ പ്രദർശനമുണ്ട്. വളരെയധികം സുന്ദരിയാണ് സാറ. സാറയുടെ സൗന്ദര്യം ഈ സിനിമ മുഴുവനും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അന്നാനിക്സ് എന്നൊരു കഥാപാത്രത്തിനെയാണ് സാറ അവതരിപ്പിക്കുന്നത്. ബോളിവുഡ് നടി ദിഷ പട്ടാണിയുടെ ഒരു ലുക്ക് കൊണ്ട് നടിക്ക്. സിനിമയുടെ തുടക്കത്തിൽ അവളുടെ സ്റ്റെപ്പ് ഫാദർ അവളെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നു. ആ പീഡന ശ്രമത്തിൽ സാറയുടെ സ്റ്റെപ്പ് ഫാദർ കൊല്ലപ്പെടുന്നു. അങ്ങനെ സാറ ജയിലിലാകുന്നു. സ്ത്രീകൾ മാത്രമുള്ള ജയിലിലേക്കാണ് സാറയെ അയക്കുന്നത്. എന്നാൽ അവിടെയുള്ളത് തൻ്റെ രണ്ടാനച്ഛനേക്കാരും കാമമൂത്തവരാണ് ഉള്ളതെന്ന് സാറ മനസ്സിലാക്കുന്നു. അതിൽ ജയിൽ വാർഡന്മാരും അന്തേവാസികളും ഉൾപ്പെടുന്നു. അവിടെ നിന്നും ആന അനുഭവിക്കുന്ന പീഡനങ്ങളാണ് സിനിമയുടെ ഇതിവൃത്തം. ജയിലിൽ 2 ഗ്രൂപ്പുകളുണ്ടായിരുന്നു, വൈറ്റ് ഗ്രൂപ്പും ബ്ലാക്ക് ഗ്രൂപ്പും. വൈറ്റ് ഗ്രൂപ്പിൻ്റെ ലീഡർ കോടി എന്നൊരു യുവതിയാണ്. ബ്ലാക്ക് ഗ്രൂപ്പിൻ്റേത് ജൂലി എന്നൊരു യുവതിയും. ജയിലിൽ ആനയുടെ കൂടെ ഉണ്ടായിരുന്നത് ജെന്നി എന്നൊരു യുവതിയായിരുന്നു. ജെന്നി അങ്ങനെ ആരുമായിട്ടും മിണ്ടാറില്ലായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ജെന്നി ആനയെ നോക്കി കിടക്കയിൽ കിടന്നുകൊണ്ട് കൈപ്രയോഗം ചെയ്യുന്നു. അത് ആന കാണുവാൻ ഇടയാവുന്നു. പുറത്തേക്കിറങ്ങിയ ആനയെ കോടി കാണുന്നു. ആന തൻ്റെ ഗ്രൂപ്പിൽ ചേരണമെന്ന് കോടി ക്ഷണിക്കുന്നു. എന്നാൽ തനിക്കൊരു ഗ്രൂപ്പിലും ചേരേണ്ടെന്ന് പറഞ്ഞ് ആന പിന്മാറുന്നു. അത് കോടിക്ക് വളരെയധികം അപമാനമുണ്ടാക്കി. ആനയെ കോടിയും ഗ്രൂപ്പും ചേർന്ന് പീഡിപ്പിക്കുന്നു. പരിക്കേറ്റ ആനയെ ജയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. ആരാണ് ആനയോട് ഇങ്ങനെ ചെയ്തതെന്ന് ഡോക്ടർ തിരക്കുന്നു. സെല്ലിലെ ലൈറ്റ് ഓഫ് ആയിരുന്നുവെന്നും അതിനാൽ ആരാണ് തന്നോടിങ്ങനെ ചെയ്തതെന്ന് അറിയില്ലെന്നും ആന ഡോക്ടറോട് മറുപടി പറയുന്നു. അതിനുശേഷം ആനയെ ജയിൽ വാർഡൻ വിളിപ്പിക്കുന്നു. ആനയെ താൻ സംരക്ഷിച്ചു കൊള്ളാമെന്ന് അവിടുത്തെ ജയിൽ വാർഡൻ പറയുന്നു. അതിന് തനിക്ക് പ്രത്യുപകാരമായി ആനയുമായി രമിക്കണമെന്ന് ജയിൽ വാർഡൻ പറയുന്നു. ആന ഒന്നും പറയാതെ അവിടെ നിന്നും പോകുന്നു. സെല്ലിൽ എത്തിയ ആന വാവിട്ട് കരയുന്നു. അത് കാണുന്ന ജെന്നി അവളെ ചുംബിക്കുന്നു. അതിനുശേഷം അവർ 2 പേരും പരിപാടികൾ അവിടെ നടത്തുന്നു. പിന്നീട് ജോയ് എന്ന ഗ്രൂപ്പ് ബിയുടെ ലീഡർ അവളെ കാണുന്നു. അവളും അന്നയെ പീഡിപ്പിക്കുന്നു. അതോടുകൂടി അന്നയ്ക്ക് മനസ്സിലാകുന്നു ഇവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ ഏതെങ്കിലും ഗ്രൂപ്പിൽ ചേരണമെന്ന്. അങ്ങനെ അന്ന കോടിയുടെ ഗ്രൂപ്പിൽ ചേരുന്നു. അതിനുശേഷം കോടി ആനയോട് ജോയെ തിരിച്ച് തല്ലുവാൻ പറയുന്നു. ഞങ്ങൾ അവളുടെ കൂടെ ഉണ്ടാകുമെന്ന് കോടി പറയുന്നു. അങ്ങനെ ആന ജോയിയെ തല്ലുന്നു. കോടി ഇതെല്ലാം ഫോണിൽ പകർത്തുന്നുണ്ടായിരുന്നു. അതിനുശേഷം പോലീസുകാർ ആനയെ പിടിച്ചുകൊണ്ട് പോകുന്നു. അവർ ആനയെ നഗ്നയാക്കി ഇരുണ്ട ഒരു സെല്ലിൽ കൊണ്ടിടുന്നു. അവൾ പേടിച്ചു പോകുന്നു. അതിനുശേഷം വാർഡൻ്റെ അടുക്കൽ കൂട്ടിക്കൊണ്ടു പോകുന്നു. ആനയെ അവിടെ നിന്നും രക്ഷപ്പെടുത്തുന്നതിനായി ആന താനുമായി പരിപാടി നടത്തണമെന്ന് പറയുന്നു.
ഒരു വഴിയുമില്ലാതെ ആന അതിന് സമ്മതിക്കുന്നു. വളരെയധികം സുന്ദരിയാണ് ആന. ഈ സിനിമയിൽ ആനയും കോടിയും ആയിട്ടുള്ള അടിപൊളി പരിപാടികൾ കാണിക്കുന്നു. അടിപൊളി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോടുകൂടിയാണ് ഇത് കാണിക്കുന്നത്. ഈ സിനിമയുടെ മെയിൻ ഹൈലൈറ്റ് തന്നെ ഈ സീനാണ്. തീർച്ചയായും എല്ലാ പ്രേക്ഷകരും ഇഷ്ടപ്പെടുന്ന ഒരു പടം തന്നെയാണിത്. അതിനാൽ തുണ്ടുപടം തപ്പിപ്പോകുന്നവർ ഒരിക്കലും ഈ പടം മിസ് ചെയ്യരുത്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇതൊന്ന് ലൈക്ക് ചെയ്ത് കാണുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്തരം പുതിയ സിനിമകൾ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ എനിക്ക് പ്രചോദനമാകുന്നത്. അടുത്തത് എൻ്റെ ഫേവറേറ്റ് മൂവിയായ 2002 പുറത്തിറങ്ങിയ കില്ലിൻ മീ സോഫ്റ്റ്ലിയാണ്. ഈ സിനിമയിൽ അഭിനയിച്ച ഹേദർ ഗ്രഹാമിനെ കുറിച്ച് പറയുവാൻ ശരിക്കും വാക്കുകൾ ഒന്നും കിട്ടുന്നില്ല. ഒരു ഹോട്ട് ആൻഡ് ക്യൂട്ട് ലുക്കിലാണ് ഈ നടി സിനിമയിൽ പ്രേക്ഷകർക്ക് മുമ്പിൽ വരുന്നത്. ഈ നടി സിനിമയിൽ പൂർണ്ണ നഗ്ന പ്രദർശനം കാട്ടി നല്ല രീതിയിൽ പ്രേക്ഷകരെ ആവേശഭരിതരാക്കുന്നുണ്ട്. പലതരം കളികൾ ഈ സിനിമയിൽ നിങ്ങൾക്ക് കാണുവാനാകും. ഒരു അപരിചിതനെ കണ്ടുമുട്ടുന്ന നടി അവനുമായി ഇഷ്ടത്തിലാവുകയും കുറച്ചധികം കളികൾ നടത്തുകയും ചെയ്യുന്നു. അവരുടെ വിവാഹശേഷം നടക്കുന്ന ചില സംഭവവികാസങ്ങളാണ് ഈ ചിത്രം പറയുന്നത്. ഒരു ത്രില്ലർ മിസ്റ്ററി കാറ്റഗറിയിൽ നമുക്ക് ഈ അഡൾട്ട് മൂവി ചേർക്കാം. നടിയുടെ ആകാരഭംഗി കൊണ്ടും പലതരം കളികൾ കൊണ്ടും എല്ലാവരുടെയും ഫേവറേറ്റ് കളക്ഷനിലോട്ട് ഈ പടം പോകുമെന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇതൊന്ന് ലൈക്ക് ചെയ്ത് കാണുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്തരം പുതിയ സിനിമകൾ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ എനിക്ക് പ്രചോദനമാകുന്നത്. നാലാമത് നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ പോകുന്നത് ഒരു അടിപൊളി പടത്തിനെയാണ്. ഒരിക്കലും ഫേവറേറ്റ് ലിസ്റ്റിൽ നിന്ന് മാറ്റി നിർത്തുവാൻ പാടില്ലാത്ത ഒരു പടമാണിത്. 1972 പുറത്തിറങ്ങിയ വാട്ട് ദ പീപ്പർ സോ ആണിത്. ബ്രിറ്റ് എക്ലൻഡ് കേന്ദ്ര കഥാപാത്രമായി വരുന്ന ഈ സിനിമയിൽ പൂർണ്ണ നഗ്നതാ പ്രദർശനമുണ്ട്. എലീസി എന്നൊരു കഥാപാത്രത്തിനെയാണ് ബ്രിറ്റ് എക്ലൻഡ് അവതരിപ്പിക്കുന്നത്. നല്ലൊരു അടിപൊളി ചരക്കാണ് എലീസി. അവൾ മാർക്കസ് എന്നൊരു പയ്യൻ്റെ രണ്ടാനമ്മയായിട്ട് വരുമ്പോഴാണ് സിനിമ ആരംഭിക്കുന്നത്. ഒരു അടിപൊളി ചരക്ക് രണ്ടാനമ്മ ആയിട്ട് വരുമ്പോൾ തന്നെ അറിയാമല്ലോ എന്തൊക്കെ അവിടെ സംഭവിച്ച് കാണുമെന്ന്. ഒരു വികൃതി പയ്യനായിരുന്നു മാർക്കസ്. ഈ സിനിമ കാണുമ്പോൾ തന്നെ അറിയാം മാർക്കസ് എങ്ങനെയൊക്കെ എലീസിയെ ഉപയോഗിച്ചുവെന്ന്. തന്നേക്കാൾ 10 വയസ്സ് മൂത്ത എലീസിയെ എങ്ങനെയൊക്കെ സുഖിപ്പിക്കണമെന്ന് മാർക്കസിന് അറിയാമായിരുന്നു. അതവൻ വളരെ മനോഹരമായി ചെയ്യുന്നു. സിനിമയുടെ മെയിൻ ഹൈലൈറ്റ് തന്നെ എലീസി ഫോൺ ചെയ്യുമ്പോൾ മാർക്കസ് നടത്തുന്ന ചില പരിപാടികളാണ്. ആദ്യമൊക്കെ എലീസിക്ക് അത് ഇഷ്ടമായില്ലെങ്കിലും പിന്നീട് അവൾ മാർക്കസിൻ്റെ പരിപാടിയിൽ വീഴുന്നു. ഇതൊരു നല്ലൊരു അടിപൊളി കളിപ്പടമാണ്. എലീസ തൻ്റെ ഭർത്താവായ പോളുമായി നടത്തുന്ന ചില പരിപാടികളും ഇതിലുണ്ട്. വിദേശത്തായിരുന്ന പോൾ ആക്രാന്തം മൂത്ത് വീട്ടിലോട്ട് വരുന്ന വഴി എലീസയെ കാറിലിട്ട് പണിയുന്നു. ഈ സമയം മകനായ പോൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. എന്തൊക്കെയോ ഭാഗ്യം കൊണ്ടാണ് അവർ ആക്സിഡൻ്റ് ഉണ്ടാകാതെ വീട്ടിൽ എത്തുന്നത്. ഈ സിനിമയിലെ മറ്റൊരു പൊളി സീൻ മാർക്കസ് തൻ്റെ രണ്ടാനമ്മയായ എലീസിയെ ബലം പ്രയോഗിച്ച് തുണി അഴിപ്പിക്കുന്നതാണ്. ആദ്യ ഭാര്യയുടെ മരണത്തിൽ സംശയം തോന്നിയ എലീസി അവർ എങ്ങനെ മരിച്ചതെന്ന് മാർക്കസിനോട് ചോദിക്കുന്നു. അത് പറയണമെങ്കിൽ എലീസിയെ പൂർണ്ണ നഗ്നതയായി കാണണമെന്ന് മാർക്കസ് പറയുന്നു. അവസാനം ഒരു രക്ഷയുമില്ലാതെ എലീസ തൻ്റെ വസ്ത്രങ്ങൾ ഓരോന്നായി അഴിച്ചു മാറ്റുവാൻ തുടങ്ങുന്നു. ഇതെല്ലാം കണ്ട് നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ ഈ പടത്തിൻ്റെ കിടപ്പ് എങ്ങനെയാണെന്ന്. ഈ സിനിമ കാണുന്ന പ്രേക്ഷകർ ആ ടെലിഫോണിൻ്റെ രംഗത്തോടുകൂടി ആവേശഭരിതർ ആകുമെന്ന് തീർച്ച. ഒരിക്കലും മറക്കുവാൻ പറ്റാത്ത ചില രംഗങ്ങൾ ഈ സിനിമ പ്രേക്ഷകർക്ക് മുന്നിൽ കാഴ്ചവെക്കുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായും ഈ സിനിമ ഒരിക്കലും മിസ് ചെയ്യരുത്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇതൊന്ന് ലൈക്ക് ചെയ്ത് കാണുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്തരം പുതിയ സിനിമകൾ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ എനിക്ക് പ്രചോദനമാകുന്നത്. അടുത്തത് 1986 പുറത്തിറങ്ങിയ 9.5 വീക്സ് ആണ്. 1980 പുറത്തിറങ്ങിയ പടമാണെങ്കിലും നല്ല കളികൾ ഈ പടം തുറന്നു കാട്ടുന്നുണ്ട്. വിൻറ്റേജ് മൂവീസ് ഇഷ്ടമുള്ളവർക്ക് കിം ബസിംഗർ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ച ഈ പടം തീർച്ചയായും ഇഷ്ടപ്പെടും. പൂർണ്ണ നഗ്നത ഇല്ലെങ്കിലും പലതരം കളികൾ കൊണ്ടും കഥ കൊണ്ടും മികച്ച മുന്നേറ്റം ഈ പടം നടത്തുന്നുണ്ട്. ഒരു ആർട്ട് ഗാലറിയിൽ വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടി ഒരാളെ കണ്ടുമുട്ടുകയും പിന്നീട് അവർ തമ്മിലുണ്ടാകുന്ന പ്രണയവും പലതരം കളികളുമാണ് ഈ ചിത്രം മുൻപോട്ട് വയ്ക്കുന്നത്. ഇറോട്ടിക് റൊമാൻസ് മൂവീസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ പടം ഫേവറേറ്റ് കളക്ഷനിൽ സൂക്ഷിക്കാം. ഇത്തരം കിടുപ്പടങ്ങളെപ്പറ്റി കൂടുതൽ ദൃശ്യാത്മകമായ വർണ്ണനകളും ഏതൊക്കെ സീനുകളാണ് മിസ് ചെയ്യാതെ കാണേണ്ടതെന്നും കൂടുതൽ വിശദീകരിച്ച് ഞങ്ങളുടെ 2ാമത്തെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ സിനിമകളെ പരിചയപ്പെടുവാനും നടിമാർ എന്തൊക്കെ മാസ്മരിക പ്രകടനങ്ങളാണ് ചിത്രത്തിൽ കാഴ്ചവെച്ചതെന്നും നന്നായി വിശദീകരിച്ച് അറിയാൻ വേണ്ടി ഞങ്ങളുടെ ആ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യൂ.
ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. പ്രേക്ഷകർ ഒരിക്കലും വിസ്മരിക്കാത്ത ദൃശ്യവിരുന്ന് ആ ചാനലിലൂടെ ലഭിക്കുമെന്ന് തീർച്ച. അതുകൊണ്ട് മറക്കാതെ ആ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്തരം പുതിയ സിനിമകൾ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ എനിക്ക് പ്രചോദനമാകുന്നത്. ഇനി ആർക്കെങ്കിലും ഈ സിനിമകൾ കാണുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ വെറുതെ തപ്പി നടന്ന സമയം കളയണ്ട. ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ചെക്ക് ചെയ്യൂ. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരും വരെ ബൈ ബൈ.